വലിയവനായ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നാം തിരുവചന ധ്യാനത്തിന്റെ 24-ാമത്തെ ദിവസം രാത്രിയിൽ എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ധ്യാനത്തിനായി നാം കുറിവാക്യമായി പതിവ് പോലെ വായിക്കുന്ന വാക്യം വായിച്ച് നാം പഠിച്ചു വരുന്ന ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 20-ാം വാക്യം സ്ക്രീനിൽ ഒന്ന് കാണിക്കാമല്ലോ നമ്മളെ. സ്വർഗത്തിലെ ദൈവം. എല്ലാരും അത് ഉറക്കെ വായിച്ചാൽ കൊള്ളാം. അതിന് ഞാൻ അവരോട് സ്വർഗ്ഗത്തിലെ ദൈവം സ്വർഗ്ഗത്തിലെ ഞങ്ങളുടെ ദൈവം കാര്യം അവന്റെ കാര്യം സാധിപ്പിക്കും. അവന്റെ ദാസന്മാരായ യെരൂശലേമിലെ ഒരു ഓഹരിയും അവകാശവും ഞങ്ങൾക്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. നെഹമ്യാവിന്റെ വാക്കുകൾ നാം ഇവിടെ കേൾക്കുകയാണ്. ഒരു കംഫർട്ട് സോണിൽ നിന്നുള്ള ഒരു പ്രഖ്യാപനമല്ല ഇത് നാം കേൾക്കുന്നത്. എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ ഒരു സ്തോത്രം പറയാനോ ആരാധിക്കാനോ ദൈവത്തിനു വേണ്ടി നിൽക്കാനോ നമുക്ക് എളുപ്പമാണ്. എല്ലാം പ്രതികൂലമായിരിക്കുന്ന സന്ദർഭത്തിൽ നാം സേവിക്കുന്ന ദൈവത്തിന്റെ നാമം പറഞ്ഞ് പരസ്യമായി നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിൽ കിട്ടിയ ബോധ്യം അത് ധൈര്യത്തോടും പ്രാഗൽഭ്യത്തോടും ദൃഢനിശ്ചയത്തോടും പ്രസ്താവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ തികഞ്ഞ ആത്മബോധ്യം വേണം. കർത്താവിന്റെ വേല ഒരാൾ ചെയ്യുന്നത് ഒരിക്കലും ഒറ്റയ്ക്കല്ല. പിന്നെന്താണ്? നിയോഗം ലഭിച്ച വ്യക്തിയും നിയോഗം തന്ന ദൈവവും ഒന്നിച്ച് ചെയ്യുന്ന കാര്യമാണ് കർത്താവിന്റെ വേല. എല്ലാവരും എഴുതി വെക്കണം. കർത്താവിന്റെ വേല ഒരിക്കലും ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. നിയോഗം ലഭിച്ച വ്യക്തിയും നിയോഗം തന്ന സർവശക്തനായ ദൈവവും ഒരുമിച്ച് ചെയ്യുന്നത് ഒന്നാണ് കർത്താവിന്റെ വേല. കഴിഞ്ഞ 40 വർഷമായി ഒരു എളിയ മിഷണറിയായി ദൈവം അയച്ച ദേശങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഒക്കെയും കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇഴയായ എനിക്കും ദൈവം അവസരം നൽകി. എവിടെയും നിയോഗത്തോടുകൂടി ചുവടുവെച്ചതൊന്നും പ്രതികൂലങ്ങളുണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ആടുന്ന വൃക്ഷത്തിന്മേൽ പാടിക്കൊണ്ടിരിക്കുന്ന പറവയെ പോലെ വൃക്ഷം വീണാലും പറക്കാൻ ചിറക് ലഭിച്ചതുപോലെ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു ദൈവവൈതലിനെ നിർത്തുമ്പോൾ പ്രതികൂലത്തിന്റെ കുത്തൊഴുക്ക് കയറി വന്നാലും ഇതിനെയൊക്കെയും അടക്കാൻ അധികാരമുള്ളവൻ അകത്ത് ആത്മാവിൽ മന്ത്രിക്കും, പേടിക്കണ്ട, എൻ്റെ കൈ നിന്നോടുകൂടെ. അപ്രതീക്ഷിതമായ സമയത്ത് ഭൗതിക ജോലിയിൽ വ്യാപൃതനായിരുന്ന നെഹമ്യാവ് ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് പെട്ടെന്നാണ് ഒരു നിയോഗം പ്രാപിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയണം, 4 മാസത്തെ പ്രാർത്ഥന അപ്രതീക്ഷിതമായൊരു പുറപ്പാടിന് വഴിയൊരുക്കി. തൻ്റെ ജോലി നമുക്കറിയാം, അതെ, പാനപാത്രവാഹനാണ് എന്ന് പറയുമ്പോൾ രാജാവ് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്ന ഏതൊന്നും താൻ രുചിച്ച് അതിൽ മായമോ മലിനമോ വിഷാംശമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് കൊടുക്കുന്നതാണ് തൻ്റെ ജോലി. അപ്പോൾ തൻ്റെ ജീവനും അപകടത്തിലാണ് ജോലി എന്ന് പറഞ്ഞാലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. രാജാവിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് തന്നെ അവിടെ ആക്കിയിരിക്കുന്നത്. രാജാവിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി താനെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ആ ജോലി ചെയ്യുമ്പോഴാണ് യെരൂശലേമിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ സഹോദരന്മാരിൽ നിന്ന് താനെ സാക്ഷ്യം കേൾക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, തൻ്റെ സമ്പൂർണമായ സമർപ്പണവും സഹനവും ത്യാഗമനുഭവമാണ് ആ സുഖവാസ സ്ഥലങ്ങൾ വിട്ട് യെരൂശലേമിലേക്ക് വന്നിരിക്കുന്നത്.
താൻ അവിടെ എത്തുന്നതിന് 70 വർഷങ്ങൾക്ക് മുമ്പ് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം 23 വർഷം അതിന് പുറകെ മുതല് തന്റെ ജനത്തോട് ദൈവം അരുളി ചെയ്യാൻ തുടങ്ങി, റിട്ടേൺ ടു മീ, റിട്ടേൺ ടു മീ, റിട്ടേൺ ടു മീ. നമ്മളാണെങ്കിൽ ഒരു മോൻ പറഞ്ഞാൽ കേട്ടില്ലേ, 23 കൊല്ലമല്ല, 23 മാസമല്ല, 23 ആഴ്ചയല്ല, 23 ദിവസവും അല്ല, 23 മണിക്കൂർ കേൾക്കത്തില്ല. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ദീർഘക്ഷമ എത്ര വലുതാണ് സഹോദരങ്ങളെ. മനുഷ്യന്റെ അടിയെല്ലാം പുറത്തുനിന്നേ വരും, പക്ഷെ ദൈവത്തിന്റെ അടി വരുന്ന അകത്തുനിന്നായിരിക്കും. ഒരു മനുഷ്യൻ അറിയത്തില്ല നമ്മൾ ഇണ്ണാറായി എണ്ണും. സ്തോത്രം. ശുശ്രൂഷ മേഖലയിൽ തന്നെ എടുത്തിയാട്ടങ്ങളിലും അബദ്ധങ്ങളിലും ഭോഷത്വങ്ങളിലും സംഭവിച്ച ധാരാളം അനുഭവങ്ങൾ ഞങ്ങളുടെ മിഷണറി ജീവിതത്തിൽ എനിക്കുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ദൈവത്തിന്റെ വചനം ശിഷ്യഗണങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുമ്പോൾ ഞങ്ങളുടെ പരാജയ മേഖലകൾ, അബദ്ധ മേഖലകൾ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, കുസൃതി സ്വഭാവങ്ങൾ, ശുണ്ടിത്തരങ്ങൾ, എടുത്തിയാട്ടങ്ങൾ, ആവേശത്താൽ ഉണ്ടായത്. ആവേശമല്ല, നിയോഗമല്ല, ഓർക്കണം. നിയോഗത്തിനകത്ത് ആവേശം കാണും, ഓർത്തിരിക്കണം. ആവേശമല്ല, നിയോഗങ്ങളല്ല. ഏതൊരു പ്രവൃത്തി ദൈവത്തിനായി ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചാലും അല്ലെ, ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിപ്പിക്കും. പക്ഷേ അതിന് ചില സമയങ്ങളും അതിന് ചില കാലഘട്ടവും ഒക്കെ വേണ്ടി വരും. കാരണം ആ ദൗത്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് എളുപ്പമുള്ള കാര്യമല്ല. എൻ്റെ ഒരു കൂട്ടുവേലക്കാരന് 3 വീലുള്ള സ്കൂട്ടറാ ഉള്ളത്. പുനലൂരിൽ ഒരു ദിവസം ഞങ്ങൾ താമസിക്കുമ്പോൾ അദ്ദേഹം വന്നപ്പോൾ എനിക്കതൊന്ന് ഓടിക്കാൻ ആഗ്രഹം. കാരണം ഞാൻ പല വണ്ടികളും അത്യാവശ്യം ഓടിക്കുന്ന ആളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, സാറ് ഇത് ഓടിച്ചിട്ടില്ലാത്തതുകൊണ്ട് എടുക്കല്ലേ എന്ന്. ഞാൻ ചിന്തിച്ചു, 3 വീലല്ലയോ, ഓടിക്കുന്നതിന് എന്നാ പ്രശ്നം? ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. 3 അടി മുന്നോട്ട് പോയപ്പോൾ വീലിന്റെ ഇടയിലോട്ട് എൻ്റെ കാല് പോകുന്ന പോലെ എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് നിർത്തിക്കൊണ്ട് കാല് കട്ടായില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, സാറേ ഇത് വികലാംഗർക്ക് ഓടിക്കാനുള്ളതാ, 2 കാലുള്ളവർക്കുള്ളതല്ല. അപ്പോൾ നമുക്ക് ഒരു വേദന വരുമ്പോൾ നമ്മൾ പുറമേ നിന്ന് കാണുമ്പം ഒരു സഭ നടത്താൻ എൻ്റെ പാസ്റ്റർക്ക് എന്നാ പണി? 3 പോയിന്റും 2 മുഖവരും പ്രസംഗിച്ച് 2 പാട്ടും പാടി 4 പേർക്ക് പ്രാർത്ഥിക്കാനും കൊടുത്ത് ആശീർവാദം പറഞ്ഞു കഴിയുമ്പോൾ പരിപാടി തീർന്നില്ലയോ? വളരെ എളുപ്പമാണ്. പക്ഷേ അത് നമ്മുടെ തോളിലോട്ട് വരുമ്പോൾ അറിയാം. സ്തോത്രം. പെങ്കൊച്ചുങ്ങളോട് അമ്മമാര് പറയടി, നിന്നെ എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ പ്രസവിച്ച് വളർത്തിയ. പിന്നെ തള്ളേ നിങ്ങൾ മാത്രമേ ഉള്ളൂ പ്രസവിക്കുന്നത്, നാട്ടിൽ എത്രയോ പേര് പ്രസവിക്കുന്നു. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിഞ്ഞ് 1-2 കുഞ്ഞുങ്ങളും ഒക്കെ ആയി കഴിയുമ്പം അവര് പറയും, ഓഹ് അയ്യോ എന്തൊരു കഷ്ടപ്പാടായത്. അപ്പൊ ഇതെല്ലാം അവരുടെ കുറ്റമല്ല, ജീവിത പാഠങ്ങളിലൂടെ മാത്രമേ പല കാര്യത്തിന്റെയും വാല്യൂസ് മനസ്സിലാകുകയുള്ളൂ. സ്തോത്രം. ഒരു 25 വയസ്സ് വരെ അപ്പനും അമ്മയും വലുതായിട്ട് കുഞ്ഞുങ്ങൾക്ക് ചിലയിടത്ത് തോന്നാറില്ല. എന്നാൽ അവർ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ, ഒരു 35 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഏറെക്കുറെ അവർ മനസ്സിലാക്കി തുടങ്ങും, അപ്പയമ്മയൊക്കെ നല്ലതാ. ഒരു 40 വയസ്സാകുമ്പോൾ അവർ പറയും, എൻ്റെ ദൈവമേ എൻ്റെ പപ്പായും മമ്മിയും. അവര് 45 വയസ്സായി കഴിയുമ്പോൾ പറയും, അയ്യോ എൻ്റെ പപ്പായെ പോലെ മമ്മിയെ പോലെ. മനസ്സിലായോ? 50 വയസ്സാകുമ്പോൾ അവര് പറയും, ഓ മൈ മമ്മ ആൻഡ് മൈ ഡാഡ്, അവര് വളരെ ഗ്രേറ്റ് ആണ്. എന്താ കാര്യം? അവരുടെ ജീവിതത്തിൽ അവരുടെ മക്കളിലൂടെ അവരനുഭവിക്കുന്ന പെയിനിലൂടെ അവർ പോകുമ്പോൾ മാത്രമേ പേരൻസ് എത്രമാത്രം പ്രൈസ് കൊടുത്തു എന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ദൈവവും ചെയ്യുന്നത്. എന്താണ്? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ദൈവം ഇങ്ങോട്ട് തരുന്നത്. ഇസ്രായേൽ മക്കൾക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് അടിമനുഖത്തിൽ നിന്ന് 400 വർഷങ്ങൾക്ക് മുമ്പ് 75 വയസ്സുള്ള ഒരു അപ്പച്ചനെ വിളിച്ചിറക്കി 25 വർഷത്തെ വിശ്വാസ ജീവിതം നയിപ്പിച്ച്
ദർശനത്തിലൂടെയും സ്വപ്നത്തിലൂടെയും ദൈവശബ്ദത്തിലൂടെയും പ്രത്യക്ഷതയിലും കൂടെ ആമേൻ 4 തലമുറയ്ക്ക് ശേഷം വരുവാൻ പോകുന്ന സംഭവങ്ങൾ മക്കൾ ജനിക്കുന്നതിന് മുമ്പ് 400 വർഷത്തിന് ശേഷം അവർക്ക് കൊടുക്കാൻ പോകുന്ന ദേശത്തെക്കുറിച്ച്, അവർക്ക് കൊടുക്കാൻ പോകുന്ന വീടുകളെ കുറിച്ച്, അവർക്ക് കൊടുക്കാൻ പോകുന്ന ഏത് ദേശത്തെക്കുറിച്ചാണ് എന്ന് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതേ മിസ്രൈമ്യ ദേശത്തിനിക്കരെ മുതൽ ഫ്രാത്തിന്റെ അങ്ങേ അറ്റം വരെയുള്ളതായ 800 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുള്ള ഏതാണ്ട് 4 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവുള്ള ദേശം കൊടുക്കുമെന്ന് ദൈവം അന്നരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ താഴ്മയോട് വിളിച്ചു പറയാം, നിനക്കൊന്നുമില്ലാത്തവനെ പോലെ, ഒന്നുമില്ലാത്തവളെ പോലെ നീ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചിറക്കിയ ദൈവത്തെ മുറുകെ പിടിച്ച് ചുവട് വെച്ചാൽ മതി. നിനക്ക് വേണ്ടത് നീ അറിയാത്ത സമയത്ത് ദൈവത്തിന്റെ കരുതൽ കാണും. നാം ഇറങ്ങിയത് കനാന്റെ നന്മ മാത്രം പ്രാപിക്കാനല്ല. സ്തോത്രം. പുതിയ നിയമത്തിൽ പ്രത്യേകമായ ഭൗതികമൊന്നും പറഞ്ഞല്ല നമ്മളെ വിളിക്കുന്നത്. 2 വഴിയെക്കുറിച്ച്, 2 വീടിനെ കുറിച്ച് തമ്പുരാൻ പറയുന്നുണ്ട്. ഒന്ന്, മണലിന്മേൽ വേഗം പണിത വീട്. പെട്ടെന്ന് പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വീട്. 2 പേരും വീട് പണിയുടെ കാര്യത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു. ഒരുത്തന്റെ പണി വേഗത്തിലായി, ദൈവത്തിന് സ്തോത്രം. പക്ഷേ പാറപ്പുറത്ത് അടിസ്ഥാനം ഇട്ടപ്പോഴേക്കും ഇപ്പുറത്തെ വീടിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞു. സ്തോത്രം. പക്ഷേ തിരുവെഴുത്തിൽ കാണുന്നത് 2 വീടും ഒരുപോലെ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അതിന്മേൽ ഉലച്ചു, മണലിന്മേലിട്ടത് വീണുപോയി. പാറമേലും പ്രതികൂലങ്ങൾ അടിച്ചു. എന്നാൽ വചനത്തിൽ വായിക്കുന്നു, അത് പാറമേലായതിനാൽ അത് വീണില്ല. ആ പാറ ക്രിസ്തുവത്രേ. സഹോദരങ്ങളെ, നമുക്ക് പല കാര്യങ്ങളും ധൃതിയിൽ ചെയ്യണമെന്നാണ് നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവഹിതപ്രകാരം പണിയുമ്പോൾ അത് അല്പം കാലതാമസം എടുത്താലും നിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് പല പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി വൈകുന്നത് എന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. ഒരു പ്രീമച്ചുർ ആൻസറിന് വേണ്ടി അല്ല നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കേണ്ടത്. പലപ്പോഴും നിരാശ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഹോപ്പ്ലെസ് ആയി പോകും. അതുകൊണ്ട് റിസൾട്ടും ഷേപ്പ്ലെസ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാകരുത്. 2 വഴികളെ കുറിച്ച് തമ്പുരാൻ പറയുന്നുണ്ട്. ഒന്ന്, നാരോ ഗേറ്റിലൂടെ എൻട്രി ചെയ്യാനാണ് കർത്താവ് പറയുന്നത്. ഇടുക്കുവാതിലൂടെ പ്രവേശിക്കണം. പിന്നെ അത് എൻഡിങ് എവിടെയാണ്? അത് ജീവങ്കിലേക്ക് പോകുന്നത്. മറ്റേതേതാണ്? വഴി വിശാലമാണ്, അത് വലിയ ആൾക്കൂട്ടം കൂടുന്നതാണ്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, അതിലൂടെ പോകുന്നവർ അനേകരാണ്. ഉപദേശമില്ല, ജീവിത വിശുദ്ധിയില്ല. ആർക്കും വരാം, എപ്പോ വേണേലും വരാം, ആരുടെ കൂടെ വേണേലും ജീവിക്കാം, എങ്ങനെ വേണേലും ജീവിക്കാം. കൂട്ടായ്മയ്ക്ക് വന്നാൽ മതി. പ്രൈസ് ലോർഡ്. നോക്കുക, ജീവങ്കിലേക്ക് പോകുന്ന വഴിയുടെ പ്രത്യേകത എന്താണ്? വഴി ഇടുക്കമാണ്, അത് ഞെരുക്കമാണ്. പ്രിഫർ ചെയ്യുന്നതോ ആളുകളോ ചുരുക്കമാണ്. നോക്കുക, ജീവങ്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ വഴി ഇടുക്കം, ഞെരുക്കം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, സ്വസ്ഥതയില്ലാത്ത സ്വത്തിനേക്കാൾ സമാധാനമുള്ള ഞെരുക്കം എത്ര ആനന്ദമാണെന്നറിയാം. പ്രൈസ് ലോർഡ്. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടതയിൽ മഹത്വം നിങ്ങൾ കാണാനിടയായിത്തീരും. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നേരിടുന്ന ഓരോ പ്രതിസന്ധിയുടെയും പുറകിൽ ആ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം പറയും, എന്റെ കൃപ നിനക്ക് മതി. കാരണം ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം കൂടെ സഹിപ്പാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട എന്ന് ദൈവവചനം പറയുന്നു. നീ സഹിച്ചത് ഞാൻ അറിയുന്നു എന്ന് പറയുന്നു. സഹിച്ചാൽ കൂടെ വാഴാമെന്ന് പറയുന്നു. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. ഇന്ന് പല പ്രീച്ചേഴ്സും പ്രസംഗിക്കുന്ന നേരെ തിരിച്ചാണ്.
കഷ്ടത ഒരു ശാപമാണ്. അതുകൊണ്ട് ശാപം നമുക്ക് മുറിക്കാം എന്ന് പറഞ്ഞ ആളുകളെ കൂട്ടും. അത് ഇതെന്നെ അലുവ കഷ്ണമാണോ മുറിച്ചു മാറ്റാൻ? മനുഷ്യൻ പാപനിമിത്തം വന്ന ശാപങ്ങൾ ഇതെല്ലാം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം. ഇന്ന് ശാപവിമുക്തി എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഈ 47 സെഷൻ ക്ലാസ്സുകൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തു. സ്തോത്രം. ഇപ്പോൾ ഏറെക്കൂടെ നിങ്ങൾക്ക് തിരുവചനത്തിന്റെ മഹത്വവും പ്രാധാന്യവും ഗ്രഹിച്ചു തുടങ്ങി. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ് നമുക്ക് ദൈവത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത്. ആമേൻ. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം ആദമിനോട് പറഞ്ഞു, നിന്റെ നിമിത്തം ഭൂമി എന്ത് ചെയ്തു? അതെ, ഇനി മുള്ളും പറക്കാരെയും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുവരെയും മുള്ളും പറക്കാരെയും ഇല്ലായിരുന്നു. ആവശ്യമുള്ളത് മാത്രമേ, അതത് തരം വിത്തുള്ള സസ്യങ്ങളും അതിനുള്ള ബലം കായ്ക്കുന്ന മാത്രമേ മുളച്ചിട്ടുള്ളായിരുന്നു. ദൈവം കൽപ്പിച്ചുണ്ടാക്കി അതാണ്. പക്ഷേ അതിന് ശേഷമാണ് ഈ മുള്ളും പറക്കാരെയും വന്നത്. അപ്പൊ നിങ്ങൾക്ക് 2 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ശാപം മുറിക്കുന്നവരെ വിളിച്ചോണ്ട് വന്നിട്ട് പറയണം, ഇത് ആദമിൽ നിന്ന് വന്ന ശാപമാണ്. ഇനി തൂമ്പ എടുത്ത് വേലക്കാരെ നയിക്കാനായിട്ട് ഞങ്ങൾക്ക് കാശില്ല, ഈ ശാപം ഒന്ന് മുറിക്കണമെന്ന് പറഞ്ഞാൽ മുറിക്കുമോ അവര്? എന്തേ നിങ്ങൾക്ക് ഉത്തരവില്ലാത്തത്? ഇനി 2, ഹവ്വാമച്ചിക്ക് കൊടുത്ത അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? അതുവരെയും അവൾ വേദനയോടെ അല്ല മക്കളെ പ്രസവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞു, ഇനി നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അപ്പൊ ഈ ശാപം മുറിക്കുന്ന ആളുകളെ വിളിച്ചിട്ട് പറയണം, എന്റെ മോടെ ഡെലിവറി അടുത്തു, വേദനയില്ലാതെ ഒന്ന് പ്രസവിക്കാനായിട്ട് അതൊന്ന് മുറിക്കണം. മുറിക്കുവോ? ഇന്ന് പെയിൻ ഇല്ലാതെ ഉള്ള ഇഞ്ചക്ഷൻ ഉണ്ട് ഡെലിവറിക്ക്, അത് വേറെ കാര്യം. പക്ഷേ ചോദ്യം, മുറിക്കാൻ പറ്റുമോ? സഹോദരങ്ങളെ, തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായികയാൽ മനുഷ്യർ തെറ്റിപ്പോവുകയാണ്. അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്നത് മേടിക്കാൻ മറ്റവര് ചാക്കും കൊണ്ട് വരികയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. 3 ചാക്ക് നോട്ടൊക്കെ കെട്ടിക്കൊണ്ട് യോഗം കഴിഞ്ഞ് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭയാനകമായ ദുരുപദേശങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഭയത്തോടെ ദൈവവചനത്തിലേക്ക് തിരികെ വരുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രായേൽ മക്കളോട് ദൈവം അരുളി ചെയ്തു, എന്താണ്? നിങ്ങൾ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും വിധികളും അനുസരിക്കണം. ഇത് ദൈവം പറഞ്ഞിട്ടാണ് കനാനിലേക്ക് കൊണ്ടുപോയി അവരെ സെറ്റിൽമെന്റ് ചെയ്യിപ്പിച്ചത്. സെറ്റിൽമെന്റ് എല്ലാം കഴിഞ്ഞു. കുറെ കാലങ്ങൾ മുന്നോട്ട് കഴിഞ്ഞപ്പോൾ, യോശുവയുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ ചിന്താഗതികളൊക്കെ മാറി. സ്തോത്രം. ആ തലമുറയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവർ ബാലിന്റെ പുറകെ പോയി, അശേരയുടെ പുറകെ പോയി. ഈ ജനത്തെ നയിക്കുവാനുള്ള ആത്മീയ നേതൃത്വം പരിശീലിപ്പിച്ചു കൊടുക്കാൻ അവരിൽ പലർക്കും കഴിയാതെ പോയി. സ്തോത്രം. നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരണം വേഗം. അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇസ്രായേൽ മക്കൾ പിന്നെ ഒരാള്, നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കിയാട്ടെ, ഒരാള് വായിച്ചാട്ടെ. വായിക്കാം. ഇസ്രായേൽ മക്കൾ പിന്നെയും ഇഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. നോക്കിക്കേ. അപ്പൊ ദൈവത്തിന് വേദന അങ്ങോട്ട് കൊടുത്തപ്പോൾ തിരിച്ചെന്തോ വന്നു? നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞതിൽ നിന്ന് അവർ മാറിയപ്പോൾ അവർക്ക് നൽകിയ ബ്ലെസ്സിങ്സിൽ നിന്ന് പതുക്കെ തമ്പുരാനും മാറ്റാൻ തുടങ്ങി. അവരുടെ മാനസിക സന്തോഷം, അവരുടെ ശാരീരികമായ സന്തോഷം, അവരുടെ ഭൗതിക സന്തോഷം, ഇതൊക്കെ പതുക്കെ പ്രശ്നമാകാൻ തുടങ്ങി. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നിടം വരെയൊക്കെ ദൈവത്തെ അങ്ങ് സേവിക്കാം, കാര്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാ ഒരു സെറ്റപ്പും ഒക്കെ ആക്കി ഒരു ഷെയർ മാർക്കറ്റിലും ഒക്കെ ഇട്ട് കുറച്ച് ഡിപ്പോസിറ്റും ഒക്കെ ചെയ്തേച്ച് നമുക്ക് മട്ടനും ചിക്കനും
എല്ലാം അടിച്ച് സുഖമായിട്ട് സൗകര്യം പോലെ ദൈവത്തെ സേവിക്കാൻ. മക്കളെ, ഇവിടെയാ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക്. കാരണം തമ്പുരാൻ ഇസ്രായേൽ മക്കളോട് യോശുവയിലൂടെ പറഞ്ഞു, മോശയിലൂടെ പറഞ്ഞു, നിങ്ങൾ കനാൻ നാട്ടിൽ ചെന്നേച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ഇപ്പോഴേ അറിയുന്നു. പ്രൈസ് ഗോഡ്. അന്ന് അടുത്ത 40 വർഷത്തിന് ശേഷം അവിടെ പോയി നിങ്ങൾ എന്തുവാ ചിന്തിക്കാൻ പോകുന്നതെന്ന് ഞാൻ ഇപ്പോഴേ അറിയുന്നെന്ന്. നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവം 400 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ അബ്രഹാമിന് ഈവൻ ഐസക്ക് ജനിക്കുന്നതിന് മുമ്പ് ദൈവം പറയുകയാണ്, നിന്റെ 4-ാം തലമുറക്കാർ അവിടുന്ന് പുറപ്പെടും. പക്ഷെ അവര് ആ ജനത്തെ സേവിക്കേണ്ടവരും, അവരവരെ പീഡിപ്പിക്കും, അവര് ശമ്പളമൊന്നും കൊടുക്കത്തില്ല. പക്ഷേ അവരുടെ ബെനിഫിറ്റ് മുഴുവൻ ഒന്നുമില്ലാതെ മുഴുവൻ തുകയും എക്സ്ട്രാ കൊടുത്ത് ഞാൻ അവരെ സമ്പത്തോടെ തിരിച്ചു കൊണ്ടുവരും. ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലിന്റെ അധ്വാന ഫലം അവര് തിന്നണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. സ്തോത്രം. നിങ്ങൾ വിശ്വസ്തയോടൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് നിങ്ങളുടെ ബെനിഫിറ്റ് തരാതെ ആരെങ്കിലും വിട്ടാൽ, ദൈവമക്കളെ, ആ നന്മ അവിടെ നിന്ന് നിലവിളിക്കും. ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു, ഡാർബിൻ ജേക്കബ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവൻ, സ്തോത്രം. അദ്ദേഹം ഒരു കമ്പനിയുടെ GM ആയിരുന്നു. അദ്ദേഹം വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. ഞാന് നാട്ടിൽ വരാറായപ്പോൾ 25 വർഷം കണ്ട കമ്പനി ജോലി ചെയ്തു, ബെനിഫിറ്റ് തരുന്നില്ല, പ്രാർത്ഥിക്കണം. അദ്ദേഹം പറഞ്ഞു, ഇനി ബെനിഫിറ്റ് ഒന്നുമില്ല. സ്തോത്രം. അപ്പൊ ഞങ്ങൾ ദൈവസ്ഥനെ ഒന്ന് കണ്ണീരോടെ ഞങ്ങൾ 1-2 ദിവസം പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവാത്മാവ് എന്നോട് ഒരു ദൈവശബ്ദം പ്രാർത്ഥനയിൽ എനിക്ക് ബോധ്യമായത്, അതിൻ്റെ പലിശ തീർത്ത അക്കൗണ്ടിൽ കൊടുക്കും. സ്തോത്രം. ദൈവമക്കളെ, 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ചായ 10,000 റിയാൽ എക്സ്ട്രായും കൂടെ ചേർത്ത് അക്കൗണ്ടിൽ പൈസ വന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം അദ്ദേഹമാണ് ഒരു കാർ മേടിച്ചു തന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നേക്കൊരു 25-28 വർഷത്തിന് മുമ്പുള്ള കാര്യം പറയുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ അർഹതപ്പെട്ടതൊന്നും മുടങ്ങാതെ അറിഞ്ഞു നടത്തുന്നവനാണ് എൻ്റെ ദൈവമെന്ന് നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? സ്തോത്രം. ഹല്ലേലൂയ. അവിടെ തിന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കയറി വരുമ്പോൾ അത് നന്മയ്ക്കായി മാത്രം ദൈവം ആക്കി തീർക്കുമെന്നുള്ള ഒരാത്മധൈര്യം കൂടെ ഇന്ന് രാത്രി നിങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ആ ചെയറെ നോക്കി നിങ്ങൾ പറയണം, എൻ്റെ ദൈവമാണ് ഈ ഓഫീസിൽ ഇരുത്തിയിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ഡ്യൂട്ടിക്ക് പോയി പഞ്ച് ചെയ്യുമ്പോൾ ആ കാർഡ് പിടിക്കുമ്പോഴേ നിങ്ങളുടെ കണ്ണ് നിറയണം, എൻ്റെ ദൈവമാണ് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന കാറിൽ കയറുമ്പോൾ ബെൽറ്റ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ സ്തോത്രം ചെയ്ത് പറയണം, എൻ്റെ കർത്താവാണ് എനിക്ക് ഈ വാഹനം തന്നത്. സ്തോത്രം. നിങ്ങളെ വീട് തുറന്ന് നിങ്ങളുടെ മുറിക്കകത്ത് ചാവി കൊണ്ട് തുറക്കുന്നതിന് മുമ്പ് പറയണം, ഈ വീടിന്റെ നായകൻ എൻ്റെ ദൈവമാണ്. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, സ്തോത്രം, അവരെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നിങ്ങൾ പറയണം, യഹോവ എനിക്ക് തന്ന ദാനമാണിത്. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ഒരുമിച്ച് കിടക്കയിൽ പോകുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം, എൻ്റെ ദൈവം എനിക്ക് തന്ന കുടുംബ ജീവിതമാണിത്. നിങ്ങളുടെ പേച്ചക്ക് മേടിക്കുമ്പോൾ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ സാലറി വരുമ്പോൾ നിങ്ങൾ പറയണം, സമ്പത്തുണ്ടാക്കുവാൻ അവിടുന്നാണ് എനിക്ക് ശക്തി തന്നത്. എല്ലാ കാര്യത്തിനും നിങ്ങൾ മഹത്വം ദൈവത്തിന് കൊടുത്തു നോക്കിക്കേ. നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറയാതെ അറിഞ്ഞു നടത്തുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. കാരണം ദൈവത്തിന് എന്താ നമ്മൾ കൊടുക്കുന്നത്, അതേ റിട്ടേൺ കിട്ടത്തുള്ളൂ. ഇസ്രായേൽ മക്കൾ എല്ലാം ഫ്രീ ആയിട്ട് അനുഭവിച്ചു. പക്ഷേ തലമുറകൾ മാറി വന്നപ്പോൾ അത് അവർ ജീവനുള്ള ദൈവത്തെ മറന്നു കളഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാനിടയായി ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ നമ്മൾ വായിച്ചത് ഒരിക്കൽ കൂടെ ഒന്ന് സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ പിൻതലമുറകളെ ദൈവം ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ
അതെ, കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ആ ഇസ്രായേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും ആ യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ ആ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി ആ യഹോവ വച്ചിരുന്ന ജാതികളാവിത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ ദൈവം ആഗ്രഹിച്ച എന്താണ്? ഈ യുദ്ധം അവരെ ഒന്ന് പരീക്ഷിക്കേണ്ടതിന്. രണ്ട്, വളത്താടുത്ത് എന്താ അടുത്തത് പറയുന്നത്? ആ യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളായത്. ദൈവത്തിലെ നീ പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നത്തിലൂടെ പ്രാർത്ഥിക്കുന്ന നിന്റെ പൈതൽ കടന്നു പോകുന്നെങ്കിൽ, ദൈവസനെ മുഴങ്കാലം അടക്കുന്ന എന്റെ സഹോദര, നിന്റെ കുഞ്ഞ് കടന്നു പോകുന്നെങ്കിൽ ഓർത്തോണം, ഇത് ദൈവം പെർമിറ്റ് ചെയ്തിട്ടാ ഫേസ് ചെയ്യുന്നത്. അതിന്റെ പുറവിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പദ്ധതി കാണും. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പദ്ധതി കാണും. കാര്യം എന്താണ്? നീ അറിഞ്ഞ ദൈവത്തെ, നീ രുചിച്ച ദൈവത്തെ, നീ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തെ, നീ പ്രാപിച്ച ദൈവകൃപയെ, നീയും അത്യുന്നതനായ ദൈവവുമായിട്ടുള്ള ആ സ്ട്രോങ് റിലേഷൻ ഇന്ന് നിന്റെ കണ്ണടഞ്ഞ് പെട്ടിക്കകത്ത് മറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലമുറ അപ്പൻ ദൈവം എന്ന് പറയാൻ ഈ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഈ ദൈവത്തിന്റെ പ്രസൻസ് അറിഞ്ഞിട്ടുണ്ടോ? ഈ ജീവനുള്ള ദൈവമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? കണക്ഷൻ ശരിയാണെങ്കിലേ ഒരു കമ്മ്യൂണിക്കേഷൻ വരൂ. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും, കർത്താവേ കുഞ്ഞിന്റെ വിഷയത്തിന് പരിഹാരം നൽകണമേ, അവിടെ വഴി തുറക്കണമേ, ഇവിടെ വഴി തുറക്കണമേ, ആ വാതിൽ തുറക്കണമേ, ഈ വാതിൽ തുറക്കണേ. ആ പ്രാർത്ഥനയൊക്കെ പ്രയോജനമാണ്. പക്ഷേ ദൈവം എന്ത് ചെയ്യും? അപ്പൻ ഡ്രൈവിംഗ് പഠിച്ചാൽ മോന് ഡ്രൈവർ ആകാൻ നോക്കുകയാണ്. അമ്മ MBBS എടുത്താൽ, അല്ലെ അമ്മ നഴ്സിംഗ് പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ മോക്ക് പോയി ഏപ്രിന് വിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റത്തില്ല. സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ആളുകളെ പരിശോധിക്കാനൊക്കത്തില്ല. എന്താണ്? എല്ലാവരും പോകേണ്ട ചാനൽ വഴി പോയേ മതിയാകും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തില്ല? ആ ജാതികളെ അവിടെ വെച്ചു. എന്തിനാ? തന്റെ മക്കളെ പരീക്ഷിക്കേണ്ടതിനും അവരെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടതിനും. ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാമോ? നിന്റെ തലമുറ ഫേസ് ചെയ്യുന്ന ഏത് കാര്യത്തിന്റെയും പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. തലമുടി മുഴുവൻ എണ്ണിയ ദൈവം, കാലിലെ പൊടി മുഴുവൻ എണ്ണിയ ദൈവം, തീമതിലായി നിൽക്കുന്ന ദൈവം, പട്ടാളമായി നിൽക്കുന്ന ദൈവം, ഓമന പേർ ചൊല്ലി വിളിച്ച ദൈവം. ഹല്ലേലൂയ. ഉറബാന ശബനഗസിയാന, നമ്മളെ വീണ്ടെടുത്ത ദൈവം. നമുക്ക് പലപ്പോഴും അമ്മമാർക്ക് സങ്കടമാ, അയ്യോ എന്റെ കുഞ്ഞിന്റെ കാര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ, അമ്മേ എന്റെ മകളുടെ കാര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ, അമ്മേ എന്റെ മോന്റെ കാര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ. ഒരുപാട് മാതാക്കളുടെ പ്രശ്ന. പക്ഷേ മാതാവേ പിതാവേ നീ ഇത് തിരിച്ചറിയണം. അവർ യുദ്ധം അഭ്യസിക്കണം, അവർ ജയാളികളായി മാറണം. നീ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലമുറയുടെ നടുവിൽ ഊമവിഗ്രഹങ്ങളെയും അന്യ ആരാധനകളുടെയും അന്യദേവികളുടെയും അന്യദേവന്മാരുടെയും അന്യവിഗ്രഹങ്ങളുടെയും സ്തോത്രം സാത്താന്യമായ ഗ്യാങ്ങിന്റെ പുറകെ പോയി അവർ നിത്യാഗ്നിയിലേക്ക് പോകാനല്ല, നിന്റെ തലമുറ അടുത്ത തലമുറയിൽ നീ സേവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദമായി, ചൂണ്ടുമലകയായി, സുഗന്ധമായി, ദൈവത്തിന്റെ സൗരഭ്യ വാസനയായി, ക്രിസ്തുവിനെ വായിക്കേണ്ടതിനുള്ള ജനങ്ങളുടെ പത്രങ്ങളായി, ദൈവത്തിനു വേണ്ടി ശോഭിക്കേണ്ട ഇരുട്ടിലെ അനേകർക്ക് ശോഭിക്കേണ്ട വിളക്കായി, കാരമുള്ള ഉപ്പായി ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ദൈവം ട്രെയിനിങ് കൊടുക്കും, പരിശീലനം കൊടുക്കുകയാണ്. അവരുടെ ദൈവം ആ ജാതികളെ മാറ്റിയില്ല. നോക്കുക, അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് സഭയിൽ 1000 പേര് കൂടി 1000 പേര് നരകത്തിൽ പോകണമെന്നുള്ളതല്ല. സ്തോത്രം. പിന്നെ എന്താണ്? ഏതൊരുവനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുവാൻ. സ്തോത്രം. 10 പേരാണോ യോഗത്തിനുള്ളത്? ആ പായ ഒഴിച്ച് ബാക്കി എല്ലാവരും നിത്യതയിൽ പോകണം ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിലെ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി തിരുവചനം കേൾക്കുമ്പോൾ കർത്താവിന് നന്ദി പറയണം. ഞാൻ പറയാറുണ്ട്, നാളെ നിലനിൽക്കണമെങ്കിൽ ഇന്നേ ദൈവസന്നിധിയിൽ കരഞ്ഞെങ്കിലേ നിലനിൽപ്പാൻ കഴിയുള്ളൂ, ഇന്നേ ആശ്രയിച്ചേ നിലനിൽപ്പാൻ കഴിയുള്ളൂ. ഞാൻ പലപ്പോഴും എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ദൈവത്തോട് പറയാറുള്ള പല കാര്യങ്ങളിൽ ഒന്ന് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്, കർത്താവേ അങ്ങേക്ക് പ്രസാദമില്ലാത്ത ഒരു പെനി പോലും എൻ്റെ കയ്യിൽ വരുവാൻ ഒരു നാളും ഇടവരരുതേ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മറ്റൊരു കാര്യം, കർത്താവേ അതേ ചെറിയ മിസ്റ്റേക്ക് വന്നാലും കർത്താവേ എന്നെ തല്ലണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്.
സ്തോത്രം. കാരണം ദൈവത്തിന്റെ ബാലശിക്ഷ നമുക്ക് കിട്ടുന്നെങ്കിൽ അതിനർത്ഥം ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന്. നമ്മൾ ഇഷ്ടപ്പെട്ട വഴിയിൽ ദൈവം നമ്മളെ വിടാൻ അനുവദിച്ചാൽ നിങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് ദൈവത്തിന്റെ ശ്വാസനയും ദൈവത്തിന്റെ ബാലശിക്ഷയും നമുക്ക് കിട്ടുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, നിങ്ങളുടെ നിത്യത ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. അല്പ സങ്കടവും അല്പം വേദനയും അല്പം മുറിവും അല്പം പ്രയാസവും ഒക്കെ ഒരു സൈഡിൽ കൂടെ ഉണ്ടെങ്കിലും യഹോവയുടെ സന്നിധിയിൽ വരുമ്പോൾ നിനക്ക് ആനന്ദിക്കാൻ പറ്റുന്നെങ്കിൽ അതാ നിന്റെ ബലം, അതാ നിന്റെ ആത്മീയ ആരോഗ്യം. കാരണം കുറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങിങ്ങായി വരുമ്പോൾ നമുക്ക് മറ്റേതൊന്നിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് അവസരം ഉണ്ടാകും. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ യഹോവയെ മറന്നു. അവർക്ക് പെട്ടെന്ന് ഇന്നത്തെ നവീന ഉപദേശം പോലെ പ്രോസ്പെരിറ്റി, അതൊരു പൈശാചിക ഡോക്ടറിനാണ് നിങ്ങളോട് ഞാൻ പറയുക. കാരണം ഇന്റർനാഷണൽ പ്രോസ്പെരിറ്റി ഡോക്ടറിൻ കൊണ്ടാണ് പിശാചു വന്നത് യേശുവിന്റെ അരികിൽ. അല്ലേ? ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം. പക്ഷേ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പറഞ്ഞത് ഭൂമിയിലെ അധികാരം മാത്രമല്ല, സ്വർഗത്തിലും ഭൂമിയിലുള്ള അധികാരം. സ്തോത്രം. സാത്താൻ കൊണ്ട് ഉയർന്ന പള്ളിയുടെ മുകളിൽ നിർത്തി, എന്നിട്ട് കൊണ്ടു നിർത്തിയത് മാനിക്കാനല്ല, പിന്നെന്തിനാ? തള്ളിയിടാനാണ്. ആത്മീയൻ നിൽക്കേണ്ടത് ആ ദൈവാലയത്തിന്റെ മുകളിലല്ല, ആലയത്തിനകത്ത. അപ്പൊ ആത്മീയത്തിന്റെ പേരിൽ അനാവശ്യമായ മുഖസ്തുതിയും അനാവശ്യമായ പുകഴ്ചകളും അനാവശ്യമായ നിങ്ങളെ പൊക്കിപ്പറച്ചിലും ഒക്കെ ഉണ്ട്. ഓർത്തോളം തള്ളിയിടാനുള്ള പ്ലാനാണ്. അത് സൂക്ഷിച്ചോണം. മൂന്നാമത്തത് എന്താണ് പറയുന്നത്? ക്ഷണത്തിൽ ഈ ലോകത്തിന്റെ എല്ലാ മഹത്വത്തെയും കാണിച്ചു. കാരണം കർത്താവ് ഇതിന്റെ ഓഫറിന്റെ മുമ്പിൽ വീഴുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ ലോകത്തിലുള്ളത് മുഴുവൻ കൊടുക്കാന്ന് പറഞ്ഞു. ഇന്നത്തെ ഓഫർ അതല്ലേ? നീ ഹീറോയിൻ്റെയും കൊണ്ട് വാ, ഓടിയും കൊണ്ട് പോകാം. അതാ യോഗം. അടുത്ത കാലത്ത് എറണാകുളത്ത് ഞാൻ കേട്ട ഒരു കാര്യം, എനിക്ക് ഒരു 6 വർഷത്തിന് മുമ്പ് പ്രോസ്പെരിറ്റി മാത്രം പ്രസംഗിക്കുന്ന സഭയിലെ പാസ്റ്റർ, വിശ്വാസികൾക്കെല്ലാം കാറായി, ഒരു പാവപ്പെട്ടവൻ എത്ര നോക്കിയിട്ടും കാറ് കിട്ടുന്നില്ല. അപ്പൊ അവനോട് പറഞ്ഞു, അത് നിന്റെ മേലുള്ള ശാപമാണ്, നീ അത് മേടിക്കണം. അവന് നിവൃത്തിയില്ല വന്നപ്പോ പോയി അവന് ആത്മഹത്യ ചെയ്തു. അപ്പൊ സഹോദരങ്ങളെ, ഈ പൊങ്ങച്ചം കാണിക്കുന്ന സ്ഥലമല്ല ദൈവസന്നിധി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആയിരിക്കുന്ന അവസ്ഥയിൽ ഉള്ളതുപോലെ നമ്മളെ അംഗീകരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ധനവും ഈ ലോകത്തിന്റെ മാനവും ഈ ലോകത്തിന്റെ പുകഴ്ചയ്ക്കും വേണ്ടി, അതാണ് ആത്മീയം എന്ന് ചിന്തിക്കുന്ന ഭൗതികവാദികളുടെ ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഓർക്കണം. ക്രിസ്തീയ ജീവിതം സഹനമാണ്, ക്രിസ്തീയ ജീവിതം ത്യജിക്കലാണ്. സ്തോത്രം. ഇത് ക്രൂശിന്റെ മാർഗമാണ്. ഇത് കിട്ടിയിട്ടിറങ്ങുന്ന മാർഗമല്ല, ഇത് വിട്ടേച്ചിറങ്ങുന്ന മാർഗമാണ്. സ്തോത്രം. എന്നാൽ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് ഒന്നും മുടങ്ങാതെ ഒരു ഭക്തൻ ഈ ലോകത്തിൽ വേണ്ടതെല്ലാം ദൈവം നന്നായി അറിഞ്ഞു നടത്തും ദൈവമക്കളെ. അതിന് ഒരു സംശയമില്ല. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി എൻ്റെ ദൈവം എന്നെ നടത്തുന്നത് കൊണ്ടാണ് ഞാനത് വളരെ ഭയത്തോടെ നിങ്ങളോട് അത് ഓർപ്പിക്കുന്നു. നോക്കുക, അപ്പൊ ഇസ്രായേൽ മക്കൾ സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ദൈവത്തെ മറന്നു, പ്രമാണം മറന്നു, ഉപദേശം മറന്നു, ആരാധന വേണ്ട. അപ്പോൾ അവർ പൂച്ചം എന്ത് ചെയ്യാൻ തുടങ്ങി? പെതുക്കെ അന്യദേവീ ദേവന്മാരുടെ പുറകെ. അവിടെ അത്ഭുതം നടക്കുന്നു, ഇവിടെ അത്ഭുതം നടക്കുന്നു, അവിടെ ആ നേർച്ച ചെയ്താൽ ഇവിടെ ഈ നേർച്ച ചെയ്താൽ, അവിടെ ചെന്ന് നമുക്ക് കൈയൊന്ന് നോക്കാം, അവിടെ ചെന്ന് നമുക്കൊന്ന് ഒന്ന് കബഡി നിരത്തി നോക്കാം, അവിടെ നമുക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കാം. ഇങ്ങനെ ഓട്ടമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? ബാലിന്റെ അശേരയുടെയും ദൈവത്തെ സേവിച്ചാൽ 100% വിളവെടുപ്പ് കിട്ടും എന്നുള്ള നിലയിൽ, നിങ്ങൾക്കറിയാമോ, വിശ്വാസികളെന്ന് പറഞ്ഞാലും നിരവധി ബിസിനസ് ഗ്രൂപ്പുകളുടെ ആളുകൾ പല കുട്ടി ദൈവാരാധനകളിൽ അടിമകളാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം കേട്ടോ. ഇതെല്ലാം ഒരു സീസണിൽ വരും, മറ്റൊരു സീസണിൽ പോവും, ഓർത്തോണം. സ്തോത്രം. എന്നാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ദൈവഭക്തന് വേണ്ടത് വേലികെട്ടി സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. നിനക്കൊരു നഷ്ടം വന്നാലും എൻ്റെ ദൈവം അതിന് ഉത്തരവാദിയായിരിക്കും. അനുവദിച്ചൊരു കഷ്ടം വന്നാൽ ദൈവം നിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം റിക്കവർ ചെയ്തെടുക്കുക മാത്രമല്ല,
അത് God will give you double for your trouble. നിന്റെ ജീവിതത്തിന്റെ സകല പ്രതിസന്ധികൾക്കും ഡബിളായി നിന്നെ മാനിക്കുന്ന ഒരു നിമിഷം കണ്ണാലെ കാണുമെന്നുള്ളതും മറ്റൊരു ആത്മീയ മർമ്മമാണ്. സ്തോത്രം. ഇവിടെ ഇതാ നമ്മൾ കാണുന്ന ഇസ്രായേൽ മക്കളെ ദൈവം തമ്പുരാൻ ഇതാ മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നുള്ളൊരു വാക്യമാണ് നമ്മൾ കാണുന്നത്. എന്താ കാര്യം? യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതുകൊണ്ട് യഹോവ അവര് 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. നോക്കിക്കേ, അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കാതെ അവരേൽപ്പിക്കപ്പെടുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ പ്രവാചകന്മാരെ വിളിച്ച് ശാസിച്ചാലൊന്നും കാര്യം വിജയിക്കുകയില്ല. എന്താ കാര്യം? ഇവർ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ ശത്രുക്കൾ ശക്തിപ്പെടാൻ തുടങ്ങി. കാര്യം മനസ്സിലാകുന്നുണ്ടോ? പാപം മനുഷ്യനിൽ കയറാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരിൽ നിന്ന് അകലാൻ തുടങ്ങി. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ശബ്ദം കൊണ്ട് പല പ്രാവശ്യം അവരെ മടക്കി വരുത്തിയ ചരിത്രങ്ങൾ പുറകിലുണ്ട്. ഇന്നലകളിൽ വല്യപ്പച്ചന്മാർക്കൊക്കെ തല്ലുകൊണ്ട കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഈ തലമുറ മറന്നു. സ്തോത്രം. ചില ആളുകൾക്ക് പെന്തിക്കോസ് എന്ന് കേൾക്കുന്നത് പെന്തിക്കോസ് ജനിച്ചവർക്ക് തന്നെ അറപ്പായി തീരുന്ന ചില സാഹചര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിന്റെ മഹത്വം പിന്നീട് തിരിച്ചറിയും. സ്തോത്രം, സ്തോത്രം. കാരണം നമുക്ക് വേണ്ടി പേ ചെയ്ത ഒരുവൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എവിടെ തള്ളി പറയുന്നോ അവിടെ ഉയർത്തുന്ന ഒരു ദിവസം വരും കേട്ടോ. എവിടെ അവഗണിക്കുന്നുവോ അവിടെ ഉയർത്തി കാണിക്കുന്ന ഒരു ദിവസം വരും. എവിടെ ആമേൻ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാകാൻ സാധ്യതയുണ്ടോ, ആമേൻ അതെ ചാകര പോലെ ആമേൻ മീനെ വലിച്ചെടുത്ത് കൊണ്ടുവരുന്നത് പോലെ നിന്റെ തലമുറകളെ ദൈവം ഉപയോഗിച്ച് വലിയ കൂട്ടം ജനത്തെ കർത്താവിലേക്ക് നയിക്കുവാൻ പിൽക്കാലത്ത് ദൈവം അവരെ ഉപയോഗിക്കും. ദൈവമക്കളെ, ഒരു കുളമ്പ് പോലും നഷ്ടപ്പെടത്തില്ല. ഞാനിതിന് ഗ്യാരണ്ടി പറയാം. കാരണം എന്താ? ഒരു തുള്ളി കണ്ണുനീർ ദൈവസന്നിധിയിൽ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മുടെ കണ്ണുനീര് ഈ കൈലേസ് വെച്ച് തുടച്ചാൽ അങ്ങ് പോകും. പക്ഷെ ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീരിനെ കുറിച്ച് തിരുവചനം പറയുന്നത്, യഹോവേ എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലില്ലയോ. മഹാനായ സെയിന്റ് അഗസ്റ്റിന്റെ ജീവിതത്തിന് ഞാൻ പല പ്രാവശ്യങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്. തന്റെ മാതാവ് 26ഓളം വർഷം തനിക്ക് വേണ്ടി കരഞ്ഞു. സ്തോത്രം. ആത്മീയ പിതാവ് പറഞ്ഞത്, എന്തിനാ വിഷമിക്കുന്നത്? മാതാവേ, നീ എത്രമാത്രം നാളുകൾ മകന് വേണ്ടി കരയുന്നുവോ അത്രേ നാളുകൾ ആ കണ്ണുനീരവന്റെ അനുഗ്രഹത്തിന് വേണ്ടി അമ്മ വഴിമാറുമെന്ന്. സ്തോത്രം. ആ സെയിന്റ് അഗസ്റ്റീൻ പിൽക്കാലത്ത് എഴുതിയത് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. താൻ പറഞ്ഞു, എവർ ആൻഡ് എവറി ബ്യൂട്ടി ഐ ഡിലൈറ്റ് ടു ലവ് ദീ. സ്തോത്രം. അമ്മേ, നിത്യ സനാതന സൗന്ദര്യമേ, നിന്നെ സ്നേഹിപ്പാൻ ഞാൻ വൈകിപ്പോയി. ഇവിടെ ഇസ്രായേൽ മക്കളെ ദൈവം മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ട മിദ്യാന്യരായ ആളുകൾ ആധിപത്യം പ്രാപിച്ചു. അവര് ശക്തരായി, അവര് ബലവാന്മാരായി മാറി. കാര്യം എന്താ? ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ എടുത്തു മാറ്റിയപ്പോൾ, ദൈവത്തിന്റെ പരിപാലനം എടുത്തു മാറ്റിയപ്പോൾ, ദൈവത്തിന്റെ കരുതൽ എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ സംഗതി മുഴുവൻ കുഴഞ്ഞു. 1-ാം വർഷം അവർ തിരിച്ചു വന്നില്ല, 2-ാം വർഷം തിരിച്ചു വന്നില്ല, 3-ാം വർഷം അവർ തിരിച്ചു വന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച്, മിദ്യാൻ ഇസ്രായേൽ മേൽ ആധിപത്യം പ്രാപിച്ചു. അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്? ഇസ്രായേൽ മക്കൾ മിദ്യാനയുടെ നിമിത്തം പർവ്വതങ്ങളിലും ഗഹ്വാരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളിലും ശരണമാക്കി. അവർ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമലേക്യരും കിഴക്കേ ദേശക്കാരും അവരുടെ നേരെ വരും. അവർ വായിച്ചാട്ടെ. അവർ 6-ാമത്തെ അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 4 വാക്യമാണ് ഇനി വായിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? അവർ അവർക്ക് വിരോധമായി പാളയം ഇറങ്ങി ഗസാ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. നോക്കിക്കേ, അപ്പോ കൊയ്ത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ കണക്കുകൂട്ടിയിരിക്കുക. പെട്ടെന്നാണ് സർവനാശം. തമ്പുരാൻ പറഞ്ഞു, നീ അധികം കിട്ടും വിചാരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനത് ഊതിക്കളഞ്ഞു. സ്തോത്രം. നിരന്തരമായ ഭൗതിക നഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. കർത്താവേ, ദൈവഹിതമല്ലാത്തത് എൻ്റെ ജീവിതത്തിൽ എന്താണ് ഉള്ളത് അത് തിരിച്ചറിഞ്ഞ് അത് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് മടങ്ങി വരേണ്ടതുപോലെ മടങ്ങി വരാൻ എനിക്ക് കൃപ തരണമേ എന്ന് നിങ്ങൾ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം.
സ്തോത്രം. എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. നമുക്ക് വേഗം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? അവരുടെ നാട്ടിലെ വിള നശിപ്പിക്കും. താഴോട്ട് വായിക്കുന്നത്, ആടോ മാടോ കഴുതിയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരമായി പുറപ്പെട്ട് വെട്ടുക്കിളിയെ പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇനിയാണ് 6-ാം വാക്യം. എല്ലാവരും സ്ക്രീനിൽ ഒന്ന് നോക്കണേ. എന്താ എഴുതിയിരിക്കുന്നത്? 6-ാമത്തെ വാക്യം. ഇങ്ങനെ മിദ്യാന്യരാൽ എന്ത് സംഭവിച്ചു? ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ശിവ ഏറ്റവും ക്ഷയിച്ചു. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. ഇസ്രായേൽ മക്കൾ യഹോവയോട് എന്ത് ചെയ്തു? നിലവിളിച്ചു. അപ്പൊ ശ്രദ്ധിച്ചാട്ടെ, എന്താ കാണുന്നത്? ഏറ്റവും ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ, വലിയ ട്രാജഡിയിലെത്തി കഴിഞ്ഞപ്പോൾ അവരിപ്പോഴാണ് കരഞ്ഞേ കാര്യം നടക്കൂ. ഇനി ദൈവത്തിന് എന്റെ വിഷയത്തിൽ ഒരു വിടുതൽ തരാൻ പറ്റൂ. മനുഷ്യ കരങ്ങൾ എത്ര ബലവാന്മാരും പിടിപാടുള്ളവരും ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും നമുക്കുണ്ടെങ്കിലും വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ ഇറങ്ങേണ്ടതുപോലെ ദൈവം ഇറങ്ങും. ഹല്ലേലൂയ, ആമേൻ. മടങ്ങി വരേണ്ടതുപോലെ മടങ്ങി വന്നാൽ വിട്ടുപോയ തമ്പുരാന്റെ സാന്നിധ്യം മുൻപായിരുന്നതിനേക്കാൾ അതിശ്രേഷ്ഠമായ നിലയിൽ നിന്റെ സമീപത്തേക്ക് മടങ്ങി വരും. നമുക്ക് ഉണ്ണാനും ഉടുക്കാനും ഉണ്ട്. ലാവിഷായി ലക്ഷറീസ് ആയിട്ട് പല ആളുകളും ജീവിക്കുന്നുണ്ട്. സന്തോഷം. പക്ഷേ നിങ്ങൾക്ക് ഇന്ന് ജീവിതത്തിൽ വേണ്ടതുണ്ടോ? എന്ത്? സ്വസ്ഥത, സമാധാനം, നിലനിൽക്കുന്ന സന്തോഷം ഉണ്ടോ? പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയണം. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ നിലവിളിച്ചപ്പോൾ ദൈവം ഒരു പ്രവാചകനെ അയച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം തമ്പുരാൻ അവിടെ ഗിദെയോനെ എഴുന്നേൽപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ദൈവമക്കളെ, തകർച്ച സംഭവിക്കുമ്പോൾ ഓർത്തോണം, കരയാൻ സമയമായി എന്ന്. നിന്റെ ജീവിതത്തിൽ ക്ഷയിച്ചു പോകുന്ന കുടുംബ ജീവിതത്തിൽ, തലമുറയുടെ ജീവിതത്തിൽ, നിന്റെ ഭൗതിക ജോലിയോടുള്ള ബന്ധത്തിൽ, സ്തോത്രം, നിന്റെ പ്രൊഫഷനോടുള്ള ബന്ധത്തിൽ അപ്രതീക്ഷിതമായ ചിലത് ഫേസ് ചെയ്യുമ്പോൾ ഓർത്തോണം, ആഴാൻ സമയമായി. ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ സമയമായി. കാരണം ദൈവത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നമ്മൾ അറിയാത്ത പല വിഷയങ്ങളും അപ്രതീക്ഷിതമായി കയറി വരും. എന്നാൽ ദൈവസന്നിധിയിൽ കർത്താവിന്റെ ഹൃദയപ്രകാരം ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവേദൽ നേരിടുന്ന ഏത് വിഷയത്തിന്റെ മേലും കർത്താവ് അത് തിന്മയ്ക്കാക്കുകയില്ല, അത് നന്മയ്ക്ക് മാത്രമേ ആക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ അടിച്ചിട്ടുള്ള അസംഖ്യം കൊടുങ്കാറ്റുകൾ, അനേക കഠിനമായ ശോധനകൾ, ആമേൻ, ഒക്കെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം വിടുവിച്ച 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മിഷൻ ഫീൽഡുകളിൽ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ പാമ്പിന്റെ പ്രശ്നമാണ്. കിടക്കുന്നതിന്റെ കീഴിൽ പാമ്പ്, കിടക്കുന്നതിന്റെ തട്ടിന്റെ മുകളിൽ പാമ്പ്, ആമേ ട്രാക്ട് വെച്ചേക്കുന്നതിന്റെ കീഴിൽ പാമ്പ്, ആമേ അയകെട്ടിയേക്കുന്ന അയവെള്ളിയെ പാമ്പ്, ആമേ ബെഡ്റൂമിൽ പാമ്പ്, പാഴ്സനേജിനകത്ത് പാമ്പ്, കിണറ്റി പാമ്പ്. ചുരുക്കി പറഞ്ഞ നാളുകളോളം പാമ്പിന്റെ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മരിച്ചു കളയുമെന്ന് അരുളിച്ചെയ്ത ദൈവവചനം പോലെ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിലെ നീ നേരിടുന്ന ഏത് കഠിനമായ ശോധനകളുടെയും നടുവിൽ നിന്നെ നിർത്തി ജയത്തോടെ നിനക്കൊരു പോറല് പോലും വെക്കാതെ നിന്നെ സൂക്ഷിച്ച് അപ്പുറത്തെത്തിക്കാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. നമുക്ക് തിരിച്ചു വരാൻ നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. അതിൻ്റെ നമ്മൾ വായിച്ച് ധ്യാനിച്ചു വന്ന 8-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. 2-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ
5 എപ്പിസോഡുകൾ ആ 2-ാം വാക്യത്തെ ആസ്പദമാക്കിയായിരുന്നു. ഇന്ന് രാവിലെയും ഇപ്പോഴീ 3-ാം വാക്യത്തെ ആസ്പദമാക്കി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആമേൻ. അതിന്റെ 3-ാം വാക്യം, നീർവാതിലിന് എതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. വീട്ടിൽ വേദപുസ്തകം വായിക്കുന്നുണ്ടോ? പേഴ്സണലി വേദപുസ്തകം വായിക്കുന്നുണ്ടോ? വായിക്കുന്ന വേദപുസ്തകത്തിലെ വചനങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെ കേൾക്കുന്നുണ്ടോ? സ്തോത്രം. പണ്ടെന്റെ വെല്ലുമ്മച്ചി വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേനും ബഹളം ഉണ്ടാക്കും. സാത്താന്മാര് ബാധിച്ച് കിടക്കുക, ഇവിടെ കുടുംബ പ്രാർത്ഥനയില്ലെന്നും പറഞ്ഞു. അമ്മച്ചി 3 മണിക്ക് എഴുന്നേറ്റ് മുട്ടയെ നിൽക്കുമായിരുന്നു. അന്നമ്മച്ചി കാത്തിലിക്കില്ല. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഞങ്ങൾ ഒരുമിച്ച് അനേക മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ അമ്മച്ചി വൃത്തിയായ സമയത്ത് എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മച്ചിക്ക് അതിന് അവസരം ഉണ്ടായില്ല. അമ്മച്ചി കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടാ മരിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇവിടെ 70 വർഷത്തിന് ശേഷം സകല ജനവും കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? 2 രാജാക്കന്മാരുടെ പുസ്തകം 24-ാം അധ്യായം 10-ാം വാക്യവും 25-ാം അധ്യായം 9-ാം വാക്യവും വായിക്കണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 25-ാം അധ്യായം 10-ാം വാക്യവും 24-ാം അധ്യായം 10-ാം വാക്യവും 25-ാം അധ്യായം 9-ാം വാക്യവും. എന്താ എഴുതിയിരിക്കുന്നത്? ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, തിരിച്ചു വാ. പക്ഷെ അവരെന്ത് ചെയ്തില്ല? കേട്ടില്ല. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ നെബൂഖദ്നേസറിനെ വരുത്തും. നെബൂഖദ്നേസർ ജനിക്കുന്നതിന് മുമ്പ് ദൈവം അവന്റെ പേര് പറഞ്ഞു. നെബൂഖദ്നേസർ എന്ന ഒരുവൻ എന്റെ ദാസൻ ജനിക്കും. അവന്റെ കയ്യിൽ ഞാൻ ഇസ്രായേൽ ജനത്തെ ഏൽപ്പിക്കും. അവര് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. നോക്കുക, അത് ഇനി അതിന്റെ തൊട്ട് അല്പം കൂടെ മുന്നോട്ട് പോയ ഒരു ചരിത്രം കൂടെ നിങ്ങൾക്ക് തരുന്നത് എനിക്ക് യുക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. യിരെമ്യാ 25:3 റെഫറൻസ് നിങ്ങൾ കുറിച്ചെടുക്കണം. നിങ്ങളുടെ സെൽ ഗ്രൂപ്പുകളിലുമൊക്കെ വചനം പഠിപ്പിക്കുമ്പോൾ അത് നന്നായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. യിരെമ്യാ 25:3, ഇനി 25:8 മുതൽ 11 വരെയുള്ള വാക്യം കൂടെ തൽക്കാലം നിങ്ങൾ റെഫറൻസ് എഴുതി വെക്കുക. 25:3 വായിച്ചാട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ 2 രാജ 25:9 വായിക്കാൻ. ഓക്കെ. ആമോന്റെ മകനായി യഹൂദ രാജാവായ യോശിയാവിന്റെ 13-ാം ആണ്ട് മുതൽ ഇന്ന് വരെ ഈ 23 സംവത്സരം യഹോവയുടെ വചനം എനിക്കുണ്ടാവുകയും ഞാൻ ഇടപെടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല. നോക്കുക, മോർ ദാൻ 23 years, 23 വർഷം ഒരു പ്രവാചകൻ ജനത്തോട് പറഞ്ഞ് തിരിച്ചു വരണേ ദൈവത്തിലേക്ക്. അപ്പൊ ദൈവം നോക്കിയപ്പോൾ ഇവര് പൊങ്ങച്ചടിച്ചോട് നടക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി ഞങ്ങളുടെയാ. ശലോമോന്റെ കാലത്ത് 20 വർഷം കൊണ്ട് അരമനയും യെരൂശലേം ദൈവാലയവും അവനാണ് പണിയിച്ചു തന്നത്. എത്ര മനോഹരമായി പണിതു. 36,000 ചുമട്ടു തൊഴിലാളികളെയും കൊണ്ടാണ് അത് പണിയിച്ചത്. 3600 എഞ്ചിനീയർമാരെയും കൊണ്ടാണ് അത് പണിയിച്ചത്. ഇത്ര മനോഹരമായി പണിത ദൈവാലയം. അപ്പൊ അവരുടെ അഭിമാനം അതാ. പിന്നെ ഞങ്ങളെല്ലാം ഈ ദേശത്ത് സെറ്റിൽഡ് ആണ്. ഞങ്ങൾ വാഗ്ദത്ത ദേശത്താ താമസിക്കുന്നത്. ഞങ്ങളുടെ അപ്പച്ചന്മാരുടെ കാലത്ത് കനാലിൽ നിന്ന് ഞങ്ങളെ ചോരത്തളി ആചരിച്ച് കൊണ്ടുവന്ന ഞങ്ങൾ മക്കളാ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഫെയ്ത്ത്. പറയാറില്ലേ, 100 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ബെന്തിക്കോസിലായിരുന്നു. ആ പേരേ ഉള്ളൂ. ഗുണമില്ല. അതുകൊണ്ട് ദൈവം നോക്കി. അവിടെ ദൈവം എന്താ ചെയ്തേ നിങ്ങൾ ചിന്തിച്ചേ. ഇനിയാണ് നമ്മള് 2 രാജ 25:9 വായിക്കണം. 8-9 വായിച്ചാൽ കൊള്ളാം. 5-ാം മാസം 7-ാം തീയതി നെബൂഖദ്നേസർ രാജാവെന്ന ബാബേൽ രാജാവിന്റെ 19-ാം ആണ്ടിൽ തന്നെ ബാബേൽ രാജാവിന്റെ ഭൃത്യനായി അകമ്പടി നായകനായ നെബൂസരദാൻ യെരൂശലേമിൽ വന്നു. അവൻ യഹോവയുടെ ആലയവും നിങ്ങൾ വരയിടണം വാക്യത്തിന്റെ തൊട്ട് താഴെ. പിന്നെ രാജധാനിയും ചുട്ടുകളഞ്ഞു. അടുത്തത്, യെരൂശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് കാര്യം? പിടികിട്ടിയോ?
തിരിച്ചു വരിക, തിരിച്ചു വരിക, തിരിച്ചു വരിക എന്ന് ദൈവം പറഞ്ഞപ്പോൾ മനസ്സില്ല. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് നമ്മൾ 3 പോയിന്റ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ യോഗം കഴിയുമ്പം പാസ്റ്ററിന്റെ അടുക്ക് ചെന്നിട്ട് പറയും, പാസ്റ്റങ്ങളെ ഒരു പോയിന്റ് കൂടെ അതിനകത്ത് ബാക്കി ഉണ്ടായിരുന്നു. ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ ഇൻഫർമേഷൻ ടെക്നോളജി കയ്യിലുണ്ട്. സ്തോത്രം. ഇവിടെ എന്താ വായിക്കുന്നത്? ആദ്യം ആലയം ചുട്ടു. എത്ര ഭയാനകം! സ്തോത്രം. പിന്നെ സിംഹാസനം പോയി ചുട്ടു, അരമന ചുട്ടുകളഞ്ഞു, രാജകൊട്ടാരം ചുട്ടു. പിന്നെ യെരുശലേമിലുള്ള പ്രധാനപ്പെട്ട വീടുകൾ മുഴുവൻ ചുട്ടു. സിദക്കിയ രാജാവിന്റെ മുമ്പിൽ വെച്ച് മക്കളെ കൊന്നു. അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അവനെ ചങ്ങലക്കിട്ട് ബാബേലിൽ കൊണ്ടുപോയി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 1300 കിലോമീറ്റർ ഒരാളെ ചങ്ങലയിട്ട് നടത്തിക്കാന്ന് പറഞ്ഞു. ചിന്തിച്ചു നോക്കിയേ. ആ കൂട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ബാബേലിലേക്ക് കൊണ്ടു. ദൈവം എഴുതി വെച്ചു 70 years അവിടെ പ്രവാസം. അത് കഴിഞ്ഞാണ് ഇനി മടങ്ങി വരവ് ഞാൻ കൊടുക്കും അന്ന് അവർ കരയും, നിലവിളിക്കും. അപ്പൊ ഈ 70 വർഷമായി ദൈവവചനം അവർ കേട്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ കിട്ടി. വില്യം ജെന്റൈൽ, സ്തോത്രം, അദ്ദേഹം ലത്തീൻ ഭാഷയിൽ നിന്ന് വിശുദ്ധ ബൈബിൾ അതേ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് കൊണ്ട് അദ്ദേഹത്തെ കത്തോലിക്ക സഭ 16 മാസം കൽത്തുറങ്കിൽ അടക്കി. പിന്നെ അദ്ദേഹത്തെ ഞെക്കിക്കൊല്ലുകയും ചെയ്തു. നമ്മൾ പിന്നെ അദ്ദേഹത്തിന്റെ ബോഡി ചുട്ടുകളഞ്ഞു. അദ്ദേഹം ശ്വാസം മുട്ടി മരിക്കുന്നതിനും പറഞ്ഞ്, ഇംഗ്ലണ്ടിലെ രാജാവിനെ ദൈവമേ സന്ദർശിക്കണമേ. 3 മാസം കഴിഞ്ഞപ്പോൾ രാജാവ് കൽപ്പനയിട്ടു. സ്തോത്രം. താൻ ജർമ്മനിയിൽ നിന്ന് അതേ ലണ്ടനിൽ അയച്ച 16,000 കോപ്പികളിൽ മിക്കതും ചുട്ടുകളഞ്ഞു. സ്തോത്രം. പാപ്പ മതം ചെയ്ത കാര്യമായി. ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഏതെല്ലാം വേർഷനുകളുണ്ട്, എത്രയോ ബൈബിളുകളുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, 1 മണിക്കൂർ ബൈബിൾ വായിക്കാൻ ഒരു പട്ടണത്തിൽ ഒരു ബൈബിൾ മാത്രമുള്ളപ്പോൾ 50 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ഇങ്ങോട്ട് 50 കിലോമീറ്റർ 1 മണിക്കൂറിന് വേണ്ടി. ഈ വിശുദ്ധ ബൈബിൾ, ഈ ദൈവത്തിന്റെ പുസ്തകത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ആമേൻ, തിരുവചനം പറയുന്നത് എന്താണ്? ഓ സ്തോത്രം, ഹല്ലേലൂയ. തിരുവചനം പറയുന്നത് എന്താണ്? അവന്റെ വചനത്തെ കേൾക്കേണ്ടതിന്, അവന്റെ തിരുവെഴുത്തറിയേണ്ടതിന്, ആമേൻ, അവന്റെ സന്നിധിയിലേക്ക് വരേണ്ടതിന് വേണ്ടി, ആമേൻ, ആദ്യം തിരുവെഴുത്തിൽ നിന്ന് ആമേൻ അവർ വായിപ്പാനിടയായി തീർന്നു. യേശുവിന്റെ രക്തം ചെയ്യും. താങ്ക് യു ജീസസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്തത് എന്താണ് നമ്മൾ വായിക്കുന്നത്? സ്തോത്രം. യെരൂശലേമിൽ ഉള്ള സകല ആളുകളെയും കൂട്ടിയിട്ട് വൃദ്ധനായ എസ്രാ ശാസ്ത്രി അവരുടെ മുമ്പാകെ പീഠത്തിന്റെ മുമ്പിൽ കയറി നിന്ന് രാവിലെ മുതൽ ഉച്ചവരെ ദൈവത്തിന്റെ വചനം, സ്തോത്രം, എന്ത് ചെയ്യാനിടയായി തീർന്നു? കേൾപ്പാൻ പ്രാപ്തിയുള്ള പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാവരും കേട്ടു. വചനം ജീവിതത്തിൽ മാറ്റം വരുത്തും. സ്തോത്രം. അത് പ്രായവ്യത്യാസം എന്നെ മാറ്റം വരുത്തും. എനിക്കൊരു 30 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, പുനലൂരിൽ കക്കോട് എന്ന് പറയുന്ന സ്ഥലത്തൊരു വീട്ടിൽ എല്ലാ ബുധനാഴ്ചയും ഒരു എഞ്ചിനീയറിന്റെ വീട്ടിൽ ഒരു ബൈബിൾ ക്ലാസ് നടത്തി. ആദ്യം ഞങ്ങളെ കുറച്ചു പേരേ ഉള്ളായിരുന്നു. ആ മീറ്റിങ്ങിൽ ഒത്തിരി ദൈവപ്രവൃത്തികൾ ദൈവം ചെയ്യാനിടയായി തീർന്നു. ഓരോ മീറ്റിങ്ങിലും ദൈവം പിറ്റേ ആഴ്ച പലരുടെയും ടെസ്റ്റ് മണി കേൾക്കാമായിരുന്നു. ഒരു ദിവസം ഒരു പെൺകുട്ടിയുടെ തലയിൽ കൈവച്ച് ഇങ്ങനെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, തലമുറ ജനിക്കാതെ ഇവിടെ ആമേൻ ഉദരത്തെ ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനം അഴിഞ്ഞവളുടെ ഗർഭം തുറക്കട്ടെ എന്ന്. സത്യത്തിൽ ഞാനിത് പറഞ്ഞെങ്കിലും എനിക്കാകെ പേടിയായി പോയി വിളി. സ്തോത്രം. ഞാൻ ആ വീട്ടിലുള്ളവരോട് ചോദിച്ചു, സിംല സിസ്റ്ററെ, റോബിൻ സഹോദര, എനിക്ക് ഒരു വിഷമം. അവിടെ ചോദിച്ചു, എന്തോ പാസ്റ്ററെ? ആ വന്ന പെങ്കൊച്ചേതാ? ഇങ്ങനെയാ ദൈവാത്മാ പറഞ്ഞത്, പ്രാർത്ഥിച്ചത്. പക്ഷെ എനിക്കൊരു പേടി, ഈ കൊച്ചു കല്യാണം വല്ലതും കഴിഞ്ഞാന്നോ?
എന്നോട് ചോദിച്ചു, പാസ്റ്റർ പ്രാർത്ഥിച്ചത് ദൈവാത്മാവിലല്ലയോ? ഞാൻ പറഞ്ഞു അത് 100%. പിന്നെന്തിനാ പാസ്റ്റർ ഭാരപ്പെടുന്നത്? ഞാൻ പറഞ്ഞു എന്നാലും അതിന്റെ ഇരിപ്പൊക്കെ കണ്ടിട്ട് എനിക്കൊരു പേടി. എന്നോട് പറയാ, പാസ്റ്ററെ ആ കൊച്ചു കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി, അതിന് തലമുറയില്ലാത്തതുകൊണ്ട് അതിനെ ഡിവോഴ്സ് ചെയ്യാനിരിക്കുക. അങ്ങനെ അതിന്റെ നീക്കങ്ങൾ നടക്കുകയാണ്. ഞാൻ ആ കൊച്ചിനെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്ക് വിളിച്ചതാ. നീ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വാ, ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും, നീ വന്ന് ദൈവവചനം കേക്ക്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമക്കളെ, ആ പിറ്റേ മാസം ആ പൈതലിന്റെ ഗർഭം ദൈവം തുറന്നു, അവള് പ്രഗ്നന്റ് ആയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്ന കാര്യം, വചനം കേൾക്കുമ്പോൾ നടക്കേണ്ടതെല്ലാം നടക്കും, അഴിയേണ്ടതെല്ലാം അഴിഞ്ഞു മാറും. ബന്ധനത്തിന്റെ വലിപ്പമൊന്നും നീ പറഞ്ഞ് ഭാരപ്പെടണ്ട. പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ അമ്മ വടം പോലുള്ളതാണെങ്കിലും തീയിൽ തൊട്ട് ചണനൂൽ പോലെ ദ്രവിച്ചു പോകും. ഈ തിരുവചനം ചുറ്റികയാണ്, ഈ തിരുവചനം തീയാണ്. കരിയേണ്ടത് കരിയും, ഉടയ്ക്കേണ്ടത് ഈ വചനം ഉടയ്ക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും യേശുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഓ സ്തോത്രം 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 സ്തോത്രം. 8-7 വർഷം മക്കളില്ലാതിരുന്ന് ഈ വർഷം പ്രാർത്ഥിച്ചിട്ട് ഇപ്പം ദൈവത്തിന് സ്തോത്രം. എത്രാമത്തെ മാസമായി മോനെ? എനിക്ക് 8 മാസം കഴിഞ്ഞ് 8 മാസമായ ഒരു പൈതൽ ഇപ്പൊ യോഗത്തിന് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ പലർക്ക് ഈ വർഷം നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിച്ച് മക്കളില്ലാത്തവർക്ക് ദൈവം തലമുറ കൊടുത്തോളെ. ഈ മക്കൾ ഇതൊക്കെ ദൈവം കൊടുക്കുന്നതാ. നമ്മൾ ഈ തിരുവഴുത്തൻ പ്രകാരം ജീവിക്കാൻ തയ്യാറായി കഴിയുമ്പോൾ, നമ്മൾ ശരിയായാൽ നമ്മുടെ പ്രശ്നങ്ങളും ശരിയാവും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അടുക്കേണ്ടത് പോലെ അടുത്തു വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇനി തിരിച്ചു വരും. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥയും പ്രമാണവും. യേശുവിന്റെ നാമത്തിൽ ജയം. അതുകൊണ്ട് എന്താ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. എല്ലാരും കേട്ടു. ആ യോഗത്തിൽ മറ്റൊരു സംഭവം നടന്നേ. ഒരു 6 വയസ്സുള്ള ബാലൻ യോഗം ഇങ്ങനെ നടക്കുക, എഴുന്നേറ്റ് ആളുകൾ ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു ഭയങ്കരമായ കരച്ച്. അപ്പൊ ഞാൻ എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കും. ഈ കുഞ്ഞിന് ചെവിച്ചെന്ന് ചോദിച്ചു, മോനെന്തിനാ കരയുന്നേ? ആരെങ്കിലും നിന്നെ തല്ലിയോ? ആരെങ്കിലും ഒന്ന് ഉപദ്രവിച്ചോ? ഇല്ല. പിന്നെന്തിനാ മക്കൾ കരയുന്നേ? എന്തിനാ? പറ, വാവിട്ട് കരയുക. ഞാൻ പാപിയാന്ന്. 6 വയസ്സുകാരനോട് ആര് പറഞ്ഞു പാപിയാന്ന്? സ്തോത്രം. ഓ ജീസസ്. അമ്മേ, ശിശുക്കളുടെയും മുല കുളിക്കുന്നവരുടെയും വായിൽ ദൈവം പുകഴ്ച കൽപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ 40 ഡേയ്സ് വചനധ്യാനം തീരുന്നതിന് മുമ്പ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശക്തിയോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരു പേഴ്സണൽ എൻകൗണ്ടർ നടക്കണം. സ്തോത്രം. അവർ ദൈവവചനത്തെ അന്വേഷിക്കണം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ പേഴ്സണലി ഇടപെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ തടസ്സമായിരിക്കുന്നത്? എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ദൈവകൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്? എന്താണ് അവരുടെ നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്നത്? ഇതെല്ലാം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്നെ പേഴ്സണലി സംസാരിക്കണം. നമ്മൾ പലതിനും ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പോയാൽ അത് കറക്റ്റ് ആകത്തില്ല. കാരണം അവരുടെ ക്വസ്റ്റ്യൻ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണെന്ന് അവരെ മെനഞ്ഞ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. എന്നാൽ കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ കൺഫ്യൂഷൻ മാറും. സ്തോത്രം. അവരുടെ മനസ്സ് ഫ്രീ ആയാൽ അവരുടെ ശരീരം ഫ്രീ ആകും. അവരുടെ ശരീരം ഫ്രീ ആയാൽ അവർ കംപ്ലീറ്റ്ലി ഫിസിക്കലി ഫിറ്റ് ആവും. ഇന്ന് രാത്രി നാം അല്പനേരം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ അമ്മ മരണം വരെയും ഈ യഹോവയുടെ പുസ്തകത്തെ ബഹുമാനിക്കുക. സ്തോത്രം. നിങ്ങളുടെ പ്രാണൻ പോകും വരെയും ഈ ദൈവത്തിന്റെ തിരുവെഴുത്തിനെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. ആയുസ് തരുന്നിടത്തോളം കാലം നിങ്ങൾ ഒരാളോടെങ്കിലും വചനം ഷെയർ ചെയ്യാൻ പറ്റിയാൽ അത് സൗമ്യതയോടെ, അത് താഴ്മയോടെ, എളിമയോടെ, തികഞ്ഞ ദൈവ ഭയത്തോടെ, തികഞ്ഞ ദൈവാശ്രയത്തോടു കൂടി നിങ്ങളത് ഷെയർ ചെയ്യണം. കാരണം നിങ്ങൾ ഒരാളെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് അത് പകർന്നു കൊടുക്കുമ്പോൾ ദർശനമുള്ള ഒരു തലമുറയിലേക്കാണ് ദൈവത്തിന്റെ വിത്ത് നിങ്ങൾ വിതയ്ക്കുന്നത്. പിശാചിന്റെ പിടിയിൽ നിന്ന് ആ ഒരു വ്യക്തി വിടിവിക്കപ്പെട്ടാൽ ആ വീട് വിടിവിക്കപ്പെടും, അവന്റെ തലമുറകൾ വിടിവിക്കപ്പെടും. ആമീൻ. ലഹരികൾക്കും ലോകത്തിന്റെ പൈശാചിക തത്വശാസ്ത്രങ്ങളിലേക്കും വലിച്ചിഴയ്ക്കുവാൻ അതിതീവ്രമായ കുത്തൊഴുക്കിന്റെ ഒരു സമ്മർദ്ദമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആകയാൽ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് രാത്രി നനഞ്ഞ കണ്ണുകളോട് കർത്താവേ സ്തോത്രം. നെഹമ്യാവ് സ്വജനത്തിന്റെ കുറ്റമെല്ലാം സ്വയം ഏറ്റു.
ദാനിയേൽ സ്വജനത്തിന്റെ കുറ്റമെല്ലാം ഏറ്റെടുത്തു. ആമേൻ. എസ്രാ ശാസ്ത്രി സ്വജനത്തിന്റെ കുറ്റമെല്ലാം ഏറ്റെടുത്തു. എസ്ത്രേ സ്വജനത്തിന്റെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്തു പോലെ ഇന്ന് രാത്രി നമുക്ക് ഒരുമനപ്പെട്ട് അല്പനേരം ഉള്ളു നൊന്ത് ദൈവത്തോട് കരയാം. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം ഞങ്ങൾക്ക് തരണമേ. തികഞ്ഞ ആത്മീയരായി ജീവിപ്പാൻ, തികഞ്ഞ ദൈവഭക്തരായി ജീവിപ്പാൻ, തികഞ്ഞ പ്രാർത്ഥനാ മനുഷ്യരായി ജീവിപ്പാൻ. നിന്റെ കൂട്ടായ്മയിൽ നീ ഒരിക്കലും ആ സഭയ്ക്കൊരു തലവേദനയാകരുത്. നിന്റെ മുഴങ്കാൽ നന്മയുടെ മഴ കൊണ്ടുവരുവാനിടയാക്കണം. നിന്റെ സ്തോത്രത്തിൽ നിന്ന് അവിടെ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് പോലെ വരണം. നിന്റെ അടുത്തിരുന്ന് ആരാധിക്കുന്നവർ നിന്നിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത് അനുഭവിക്കണം. നീ എഴുന്നേറ്റൊരു പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ ആത്മാവിന്റെ നിറവ് വെളിപ്പെടണം. നീ എഴുന്നേറ്റൊരു വാക്യം വായിക്കുമ്പോൾ ഇടിമുഴക്കം പോലെ ദൈവ സാന്നിധ്യവും ദൈവ ശബ്ദവും അവരുടെ കാതിൽ മുഴങ്ങണം. ദൈവമക്കളെ, ഓ ഹല്ലേലൂയ. ഓ, എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് അല്പനേരം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തീഷ്ണതയുള്ളവരായി, എരിവുള്ളവരായി, ശുഷ്കാന്തിയുള്ളവരായി ജീവിപ്പാൻ ദൈവത്തിനെ സമർപ്പിക്കാം. നിങ്ങൾ മഞ്ഞ് പോലെ വെളുത്ത് ജീവിച്ചാലും ഒരിക്കലും വിമർശനങ്ങളിൽ നിങ്ങൾ ഒഴിഞ്ഞിരിക്കും. അവിടെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, കുറ്റപ്പെടുത്തുന്നവർ ഒറ്റപ്പെടുത്തട്ടെ, കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തട്ടെ. ആമേൻ. അതെ, ദോഷം നിരൂപിക്കുന്നവർ ദോഷം നിരൂപിക്കട്ടെ. ക്രിസ്തുവിൽ വസിച്ച, ക്രിസ്തുവിന്റെ ഫലം കായ്ക്കുന്നവരാണ്. ആമേൻ. ആത്മീയ അതെ ഫലങ്ങളുള്ളവരായി, ആത്മാവിന്റെ ഫലങ്ങളെക്കാൾ ഫലങ്ങളാണ്. തമ്പുരാൻ പറഞ്ഞത് മലയെ നീക്കുവാനുള്ള വിശ്വാസമുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിലും, ശരീരം ചുടാനേൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ, എല്ലാം അന്നദാനം ചെയ്താലും അതേ സ്നേഹമില്ലെങ്കിലും, ദൂതന്മാരുടെ ഭാഷ സംസാരിച്ചാലും തികഞ്ഞ ദൈവകൃപയോടെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി നമ്മെ ഏൽപ്പിച്ചു. ഒരുമിച്ച് Hallelujah, 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 എല്ലാ കാര്യങ്ങളിലും ചെയ്യാതെ പ്രാർത്ഥിക്കാമോ?
ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു ക്രിസ്തുയേശുവിന്റെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പ്രിയപിതാവേ, ഈ നല്ല ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കാവുന്ന അവസരത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ കർത്താവിനെ അനുസരിക്കാതെ ഹല്ലേലൂയ 23 വർഷം ഹല്ലേലൂയ അങ്ങനെ ഇപ്പോൾ ഹല്ലേലൂയ കർത്താവ് അവരെ തിരിച്ചു വരുത്തേണ്ടതിന് വീണ്ടും ഹല്ലേലൂയ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചതായിട്ടൊക്കെ ഞങ്ങളിന്ന് കേട്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളും ഹല്ലേലൂയ അങ്ങനെയുള്ള അവസരങ്ങൾ ഹല്ലേലൂയ അങ്ങനെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങളെ തിരിച്ചു വരുത്തണമേ, മടക്കി ഞങ്ങളെയും വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുറവുകളൊക്കെ കർത്താവ് ചൂണ്ടിക്കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നിന്ന് ഹല്ലേലൂയ വചനം പഠിക്കാനും വചനം അനുസരിക്കാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവിന്റെ വചനം അന്വേഷിക്കുന്നവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമായ ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകേണ്ടതിനായി പ്രത്യേകം പ്രാർത്ഥന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ഷെയർ ചെയ്യാനൊക്കെയുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളെ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവവചനം സമ്പന്നരായി തീരാൻ ഞങ്ങളെ ഓരോരുത്തരെയും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. വിദ്യാർത്ഥികളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ നന്നായി വചനം പഠിക്കാനും ഹല്ലേലൂയ അനേകർക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെ ദൈവം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രിയ ഹല്ലേലൂയ ഞങ്ങളുടെ പാസ്റ്റർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ദിവസങ്ങൾ ഉപവാസത്തോടെ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ വളരെ കഷ്ടപ്പെട്ട് ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ കഷ്ടപ്പെടുന്ന ദാസനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നല്ല ആരോഗ്യവും ബലവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും മുന്നോട്ട് ഓരോ ദിവസവും ഞങ്ങളെ പഠിപ്പിക്കാൻ പ്രിയദാസനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ അതൊക്കെ കേട്ട് നന്നായി പഠിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി ഹല്ലേലൂയ ഞങ്ങളെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് ആസ്വാദം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ തന്നെ. നിയോഗമുള്ള ഒരാളൂടെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയങ്ങളെ ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ആമേൻ. ഉപവാസത്തിന്റെ കർത്താവേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടു. ആമേൻ. അടിയങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാന്, വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാന് ആമേൻ. സ്തോത്രം. ദൈവവചനത്തിൽ കേൾക്കുവാനൊക്കെ ഇന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. സ്തോത്രം കർത്താവേ. ആമേൻ. അടിയങ്ങളെ മടക്കി വരുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങളെ ബാലശിക്ഷ നൽകി അടിയങ്ങളെ കർത്താവേ ആമേൻ അവിടുത്തെ ചിറകിന്റെ മറവിൽ മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം അടിയങ്ങളുടെ ബലമായിരിക്കട്ടെ കർത്താവേ. ദൈവത്തിൽ സന്തോഷിപ്പാന്, ദൈവത്തിൽ ആനന്ദിപ്പാന് ആമേൻ. സ്തോത്രം. അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ഇന്ന് ജോയിൻ ചെയ്ത ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ഓരോരുത്തരും വിഷയങ്ങളുടെ മേൽ ദൈവത്തിലെ കരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം. അടിയങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തലമുറകൾക്ക് വേണ്ടി ഇടവെന്ന് പ്രാർത്ഥിപ്പാൻ അടിയങ്ങളെ വീണ്ടും ബലപ്പെടുത്തണമേ. നശിച്ചു പോകുന്ന അനേക ആത്മാക്കളെ ഓർക്കുവാന്, അവർക്ക് വേണ്ടി ഇടവ് നിൽക്കുവാൻ, അവരോട് സുവിശേഷം പറയുവാന്, ആത്മദാഹത്തോടെ ഇറങ്ങി പ്രവർത്തിപ്പാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയത്തില് ആമേൻ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വിഷയങ്ങളെ നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. ദൈവത്തിന്റെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൊ സ്തോത്രം. അവിടുത്തെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ബന്ധത്തിലൂടെ ആമേൻ ഞങ്ങളെ കർത്താവേ ഇന്ന് ശുശ്രൂഷിപ്പാൻ അവിടുത്തെ ദാസന് മേൽ അവിടുന്ന് ബലം നൽകിയല്ലോ കർത്താവേ. ആമേൻ. ആരോഗ്യത്തിൽ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഒക്കെ ഇരുപ്പാൻ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്ന അവിടുത്തെ കൃപയിൽ മറച്ചു കൊണ്ടാട്ടെ. സകലതപടിക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയ പരിശുദ്ധ പിതാവേ. ആമേൻ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും പഠിക്കാൻ തന്ന ആശീർവാദ വാക്യം ഒരുമിച്ച് പറഞ്ഞാട്ടെ എല്ലാവരും.
നമ്മുടെ കർത്താവായ കർത്താവായ ദൈവത്തിന്റെ സ്നേഹവും എല്ലാവരോടും കൂടെ അമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രി നമ്മള് നമ്മുടെ എൽസയുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എൽസ, ഒരു മിനിറ്റ്. പ്രൈസ് ലോർഡ്. 2 ദിവസം മുമ്പ് കുഞ്ഞ് വളരെ ഛർദിലാലും പനിയാലും വയറുവേദനയിലൊക്കെ ഭാരപ്പെട്ടു. കേൾക്കുന്നില്ല. മീറ്റിംഗ് വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ കുഞ്ഞ് പനിയാലും ഛർദിലാലൊക്കെ ഭാരപ്പെട്ടു. ആഹാരം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, വയറുവേദനയാണെന്ന് എപ്പോഴും പറയുമായിരുന്നു. അന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങില് ശനിയാഴ്ചത്തെ മീറ്റിങ്ങിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. ദൈവകൃപയാൽ അവള് സൗഖ്യത്തോടെ ആയിരിക്കുന്നു. ഇന്ന് സ്കൂളിൽ പോകാനൊക്കെ ദൈവം സഹായിച്ചു. ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളോടും പ്രത്യേക കർത്തൃദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ജിബിക്കും കുഞ്ഞിനും ഒത്തിരി ആശ്വാസമുണ്ട്. ജിബി ലൈനിലുണ്ടോ? ഉണ്ട് ഫാസ്റ്റങ്ങളെ. ദൈവമക്കളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി മാറ്റമുണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. കുഞ്ഞിനും അതുപോലെ നല്ല ആശ്വാസമുണ്ട്. എല്ലാവരോടും നന്ദി. പ്രത്യേക പാസ്റ്ററിനോട്. കർത്താവ് ചെയ്ത പ്രവർത്തിക്കായി നമുക്ക് ദൈവത്തിന് ഒരുമിച്ച് മഹത്വം കൊടുക്കാം. നമ്മുടെ റൊണാൾഡിന്റെ കുഞ്ഞിന് ശ്വാസം മുട്ടലായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ പ്രാർത്ഥിച്ചു. രാവിലെ എനിക്ക് മെസ്സേജ് ഇട്ടു. നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് വലിയ ആശ്വാസം നൽകി സമാധാനമായിട്ട് ഉറങ്ങിയെന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചെയ്ത എല്ലാ ഉപകാരത്തിനും നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവ് മഹത്വം കൊടുക്കാം. ഗോഡ് ബ്ലെസ് യു. എന്തെങ്കിലും എമർജൻസി ആയിട്ട് പ്രാർത്ഥിക്കാനുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഓക്കെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കേൾക്കുന്ന ഈ വചനങ്ങളുടെ ലിങ്ക് നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക. അവരൊക്കെയും ദൈവവചനം കേൾക്കട്ടെ, പഠിക്കട്ടെ, കർത്താവിന് വേണ്ടി വരവിന് വേണ്ടി ഒരുങ്ങട്ടെ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് നാളെ രാവിലെ കാണാം. പുതുതായിട്ട് കയറിയവരെ ഞാൻ അറിയുന്നില്ല. ആമേൻ, സ്തോത്രം. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 40 ഡേയ്സിന്റെ വചന ധ്യാനത്തിൽ നിങ്ങളെ വിശേഷാൽ ഇൻവൈറ്റ് ചെയ്യുന്നു. കർത്താവ് നിങ്ങൾ, ഇത് ആക്ച്വലി സെമിനാരി സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിലും ഇത് ദൈവവചനം പഠിക്കാൻ ഒത്തിരി പേര് ആഗ്രഹിച്ച് എനിക്ക് മെസ്സേജ് ഇട്ട് എന്റെ വെളിച്ചത്തിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. കർത്താവ് നിങ്ങൾക്ക് നൽകിയ അവസരത്തിൽ നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കാം. ഗോഡ് ബ്ലെസ് യു എവരിവൺ. താങ്ക് യു പാസ്റ്റർ. ബ്രദർ എന്നാ തിരിച്ചു പോന്നേ?